ജോബ് എന്ന ദൈവഭക്തന്, നിഷ്കളങ്കന്, നേരുള്ളവന് വന്ന ബുദ്ധിമുട്ടുകൾ, അദ്ദേഹം അനുഭവിച്ച കഷ്ടങ്ങൾ, സങ്കടങ്ങൾ നമുക്കറിയാം. എല്ലാം നഷ്ടപ്പെട്ടു. ഒരു മനുഷ്യൻ തകരാൻ വേണ്ടതെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ നഷ്ടപ്പെടാതെ ഒന്ന് അയാൾ സൂക്ഷിച്ചു. അത് ദൈവഭക്തിയായിരുന്നു. യബ്ബേസ് പഴയ നിയമത്തിലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. കർത്താവേ, അനർത്ഥം എനിക്ക് വ്യസനമായി തീരരുതേ. ഇന്ന് നോക്കിക്കേ, അനർത്ഥങ്ങൾ കുടുംബങ്ങളിൽ വരുമ്പോൾ, കടബാധ്യത വരുമ്പോൾ, രോഗം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, കലഹം വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ സഭ പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: കർത്താവേ, ഈ അനർത്ഥങ്ങൾ വ്യസന കാരണമാകരുതേ. ജോബിന് അനർത്ഥം വന്നു, പക്ഷെ അത് വ്യസന കാരണമായില്ല. എന്തുകൊണ്ട്? അവൻ ദൈവഭക്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാം ഇരട്ടിയായി തിരിച്ചു പിടിച്ചു. അപ്പോൾ എന്തെല്ലാം പോയെന്ന് പറയാൻ ദൈവം പോകരുത്, പ്രാർത്ഥന പോകരുത്, സഭായോഗം മുടങ്ങരുത്, ബൈബിൾ വായന മുടങ്ങരുത്, ഉപവാസം ഇല്ലാതിരിക്കരുത്. ദൈവം തിരിച്ചു തരും മഹത്വത്തോടെ. നിന്റെ സങ്കടം അത് ഒഴുകിപ്പോയ വെള്ളം പോലെ നീ മറക്കും.